എല്ലാവരും ഒരു ഹൈ പോയി കാണാൻ പോകുന്നത് ബാറ്റിൽ ഫോർ ദ ഹെവൻ എന്ന ആനിമയുടെ എപ്പിസോഡ് 205 ഓക്കെ പോയി എപ്പിസോഡിന്റെ ആദ്യം തന്നെ മാസ്റ്റർ ഷീവേന് യാവക്ലയിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകെ മാസ്റ്റർ മെഡിറ്റേഷൻ എന്നാൽ അത് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് കാരണം കുറെ ഓർമ്മകളാണ് അലയടിക്കുന്നത്. ഇപ്പൊ മാസ്റ്റർ ചെറുപ്പമായിരുന്നപ്പോൾ നടന്നതാണ് കാണിക്കുന്നത്. അവിടെ ഒരു ഫ്ലെയിം കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു, പറ്റുന്നില്ല. അപ്പൊ മാസ്റ്റർ അച്ഛൻ അത് കൺട്രോൾ ചെയ്യാൻ എല്ലാത്തിനും പുറമെ ആദ്യം വേണ്ടത് കാമാകണം, അല്ലെങ്കിൽ ശാന്തമാകണം. നിന്റെ ഹാർട്ട് നിന്റെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ ആ ഫ്ലെയിം നിഷ്പ്രയാസം നിയന്ത്രണം വിട്ടുപോകും. ആ ഫ്ലെയിമിനെ ഗൈഡ് ചെയ്ത് കെയർഫുള്ളായിട്ട് ആ പിൽസ് മെർജ് ചെയ്യാനായിട്ട് നോക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ചെയ്യുന്നു. അതിനുശേഷം പ്ലാൻ സ്റ്റേയിൽ അവിടെ ഒരു യൂസ്ലെസ് ആയവരുടെ പേര് എഴുതാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാസ്റ്ററിനെ അപമാനിക്കുന്ന ഒരു വോയിസും കേൾക്കാം. അവിടെ വെച്ചാണ് മാസ്റ്ററിന്റെ അമ്മ അച്ഛനും നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായ ഫൈനൽ വിഷ് അത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറയുന്നേ. അത് കഴിഞ്ഞ് യാവ ഭൂമി പോയി എൻ്റെ അടുത്ത് വന്നിട്ട് നൽകുന്ന മാസ്റ്റർ അവരെന്നെ ഫ്രെയിം ചെയ്യുകയാണെന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ നിന്നെ പോലുള്ള തിൻ ബ്ലഡ് ലൈൻ മാത്രമുള്ള ഒരു ട്രാഷിന് യാവക്ലാൻ്റെ ഡിസനൻ്റ് ആകാൻ യോഗ്യതയില്ല. യാവക്ലാനിൽ നിന്ന് തന്നെ പുറത്താക്കുകയാണ് എന്ന് പറയുകയാണ്. അതാണ് മാസ്റ്ററിന്റെ പാസ്റ്റിൽ നടന്നത്. അതോർത്ത് ഞെട്ടി ഉണരുന്നു. അതൊന്നും മറക്കാൻ പറ്റുന്ന അത്ര എളുപ്പം ഉള്ളത് അല്ലായിരുന്നു. അങ്ങനെ അവരാ പറഞ്ഞ യാവക്ലയിലേക്ക് എത്തിയിരുന്നു. ആ ഹെവനന്റെ അടുത്ത എനർജി അത് ഫീൽ ചെയ്യണം. ഇതാണ് ഷങ്വാങ് മൗണ്ടൻ. പണ്ട് മുതലേ ഒരുപാട് ആൻസസ്റ്റേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ജീവിച്ചതും കൾട്ടിവേഷൻ ചെയ്തതും മറ്റുള്ള പ്ലേസിനെ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് കൂട്ടാനും പറ്റുന്നത് ഇവിടെയാണ്. ശിവേന് കെട്ടിട്ട് അതുകൊണ്ട് തന്നെയാകും ഒരുപാട് പവർഫുൾ ആയ ആൽക്കമിസ്റ്റ് ഉണ്ടായത് എന്ന് പറയുകയാണ്. അവിടെയുള്ള പിള്ളേരൊക്കെ വിളിക്കുന്നുണ്ട്. ആൽക്കമിസ്റ്റിന് ആവശ്യമായ എന്തോ ഒരു ഹെർബ് അതവിടെയാണ് ഉള്ളത്. അപ്പോഴേക്ക് ഒരുപാടധികം ആൾക്കാർ അവിടെ എത്തിയിരുന്നു. പെൽസ് ഗാദറിങ് അത്ര ഫേമസ് ആണെന്നതിന് അതൊരു ഗ്രാൻഡസ്റ്റ് ഈവൻ്റ് ആണ് ഈ ക്ലാനിൻ്റെ. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തുള്ള ഒരുപാട് ആൽക്കമിസ്റ്റ് ആയവരെ ട്രെയിനിങ്ങിൽ അവരുടെ കഴിവ് കാണിക്കാൻ ഇവിടെ എത്തും. അങ്ങനെ അവിടെ എത്തി ഒരു ഓൾഡ് മാൻ പാടുപെട്ടായാലും ഇവിടെ എത്തി എന്നൊക്കെ പറയുന്നുണ്ട്. സെൻട്രൽ പ്ലെയിനിൽ നടന്ന പിൽസ് കോൺഫറൻസിന് ഇത് വെച്ച് കമ്പയർ പോലും ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഒരുപാട് ആൽക്കമിസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ലെവൽ 6 ആൽക്കമിസ്റ്റിന് മുകളിലുള്ളവരെ മാത്രമാണ് ഇൻവൈറ്റ് പോലും ചെയ്തത്. അതും പറഞ്ഞിട്ട് യാവക്ലാൻ്റെ ജീനിയസ് എന്നൊക്കെ അവിടെയുള്ളവർ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ പരിചയമുള്ള 1-2 ആൽക്കമിസ്റ്റ് ഉണ്ടായിരുന്നേ നമ്മുടെ സെക്ട് തന്നെ വലിയ ഡെവലപ്മെന്റ് എത്തിന് എന്നൊക്കെ. ഇതെല്ലാം ശിവേനെ കേട്ട് ചിരിക്കണം. അപ്പോഴാണ് ഫസ്റ്റ് പോയ ഓൾഡ് മാൻ്റെ നിന്ന് ആ ടിക്കറ്റ് അത് വലിച്ചെറിഞ്ഞു. അയാളെ വഴക്ക് പറയുകയാണ്. ലോ ലെവൽ സെക്ട് ഉള്ളവരൊന്നും ഇവിടെ വരാൻ പോലും പാടില്ല, മറ്റു വഴി കൂടെ പോകും എന്നൊക്കെ പറയാണ്. അയാൾ അറിയാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു വരുന്നു. അതെടുക്കാൻ പോകുന്നു. വേറൊരുത്തൻ ദേഷ്യം വന്ന് പറയാൻ വരുമ്പോൾ അവനോട് ഇനി നീ വന്ന അകത്തോട്ട് കയറാൻ പോലും നീ വിചാരിക്കണ്ട, ഞാനും ഇല്ലിട്ടും വായോ. ശിവന് അതെടുത്ത് കൊടുത്തത് അവരെല്ലാം ഇൻവൈറ്റ് ചെയ്ത് വന്നവരാണ്. എന്നിട്ട് റാങ്ക് നോക്കി വിടുന്നു. അതിന് മാസ്റ്റർ യാവക്ലാൻ്റെ ഡിസനന്റ് അഹങ്കാരികളായിരിക്കും എന്ന് പറഞ്ഞു പോകെ അവരെ തടഞ്ഞു. ചെറിയ സെക്ടാണെങ്കിൽ മാറി നിന്നു. ശിവനൊരു ലുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ടോക്കൺ എടുത്ത് കൊടുത്തു. സ്കൈമാൻ ചാലൻസ് ലീഡർ യാവോജൻ. അത് കേട്ട് അവിടെ ഉള്ളവർ യാവോജൻ. അപ്പോൾ അത് ശിവൻ സോൾ ഹാളിനെ ഡിഫീറ്റ് ആക്കിയത് അവനില്ലേ. യാവോജനെ പുറത്താക്കിയതെല്ലാം അവർക്കറിയാം. സ്ക്രാച്ചിൽ നിന്ന് തന്നെ തുടങ്ങി ഇവിടെ വരെ എത്തിച്ചു എന്നൊക്കെ സംസാരം. ഇതെല്ലാം കേട്ട് അവനൊന്ന് ഞെട്ടിയിട്ട് ഭയങ്കര മര്യാദ. അതിനുശേഷം അവിടെയുള്ള കാഴ്ച എല്ലാം കണ്ടുപോവുകയാണ്. അതെല്ലാം മാസ്റ്റർ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്നു പോവുകയാണ്. യാവ വാങ്കുയി വന്ന് കാണുന്നേ. യാവച്ചൻ അപ്പോൾ ഗേറ്റിൽ നടന്ന പ്രശ്നം നിങ്ങൾ തന്നെയാണല്ലേ. ശിവൻ കണ്ട ദേഷ്യം ഒരു കടം തീർക്കാനുണ്ടല്ലോ. വാങ്കുയി അപ്പോൾ ഞാൻ സർപ്രൈസ് ആയി ക്ലാനിൽ നിന്ന് പുറത്താക്കിയ ഒരുത്തൻ ഇപ്പോൾ ഫേസ് ടു ഫേസ് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അതും പറഞ്ഞിട്ട് അവിടെ ഉള്ളമാര് മാസ്റ്റർ നാണം കെടുത്തുന്ന വിധം ഉറക്കെ ഓരോന്ന് പറയുകയാണ്. പണ്ട് ഇവിടെ നിന്ന് പുറത്താക്കിയ ഒരു ട്രാഷല്ലേ ഇവനൊക്കെ ഇവിടെ ഇൻവൈറ്റ് കൊടുത്ത് വരുത്തിയ അത് നമുക്ക് തന്നെ നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞു ഓവറാക്കുന്നു. ശിവനെ ട്രിഗറായിട്ട് മാസ്റ്ററിനോട് ഇതിനാന്ന് നോക്കിക്കൊള്ളാം. ആ ക്ലാൻ സ്റ്റീലിൽ പേര് മാത്രം എഴുതാവുന്ന കാര്യം നോക്കിയാൽ മതി. അതിന് വാങ്കോയിസ്റ്റ് ക്ലാൻ സ്റ്റീലിൻ്റെ നിന്റെ പേര് അത് പുറത്തായി നിനക്ക് എഴുതാൻ കഴിയില്ല. അതുപോലെ അവിടെ ഉള്ളവർ പിന്നെ ഓവറാകുന്നു. നീ ഡ്രീം പോലും കാണണ്ട. വാങ്കുവിനോട് കൗൺസിലിൽ പറഞ്ഞ ആ 2 പേരെ പുറത്താക്കുക, കണ്ണു പോലും കാണണ്ട എന്നൊക്കെ പറയുമ്പോൾ ശിവനെന്ന പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു പ്രഷർ കൊടുത്ത് അവനെ വീഴ്ത്തിച്ചു. ചവിട്ടി താഴെ ഇട്ടു. നീ എന്താ കാണിക്കുന്നതെന്ന് ഞാൻ കാണിച്ചില്ലല്ലോ, തുടങ്ങിയില്ലുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാത്തിനെയും അടിച്ചിട്ടിട്ട് വന്നു നിൽക്കുകയാണ്. അവിടെ ഉള്ളവരൊന്ന് ഷോക്കായി പോയി. വാങ്ങുകയോ നിന്റെ പുറകിൽ സ്കൈ മാർഷ് അലയൻസ് ആണ് എന്ന് കരുതി യാവക്ലാന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നീ വിചാരിക്കണ്ട. നിന്റെ ഈ ചെയ്യുന്നതിൽ നിനക്ക് ഇവിടെ കയറാൻ പോലും പറ്റാത്ത രീതിയിലാക്കി കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ട് ഗാർഡ്സിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അവരെ അടിച്ചിടുന്ന രീതിയിലാണ് പറഞ്ഞത്. അതേപോലെ തന്നെ സംഭവിച്ച് അവരെല്ലാവരെയും ശിവൻ അടിച്ചിട്ടു. യാവക്ലാൽ ഇങ്ങനെ കാണിച്ച എന്താ ശിക്ഷ നിന്ന് കാണുന്നു പറഞ്ഞിട്ട് പവർ എടുക്കാണ്. അയാളുടെ സ്ട്രെങ്ത് അവിടെ കാണിക്കുന്നു.
എന്നാൽ ഞാൻ പറഞ്ഞിരുന്നു നിന്റെ ലൈഫ് എൻ്റെ കയ്യിലാണെന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു ഓറ വിട്ടു. അതിലയാൾ പിറകോട്ട് പോയി. ശിവന്റെ സ്ട്രെങ്ത് പീക്ക് 5 സ്റ്റാർ ഹൗസിൻ്റെ ഇന്നുകൊണ്ട് ഷോക്കായി പോയി. അവിടെ ഉള്ളൊരു സ്കൈമാൻ ചാലഞ്ച് എന്ത് പവർഫുൾ ആണ് എന്ന് വരെ പറയാൻ തുടങ്ങി. പേടിച്ച് പോയിട്ട് പിറകോട്ട് ശിവൻ പിന്നെ നടന്ന് മുന്നോട്ട് വരെ ബാക്കി എൽഡേഴ്സ് വന്ന് ചോദിക്കണം കറക്റ്റ് ടൈം ഇവൻ നമ്മുടെ ക്ലാൻ മെമ്പേഴ്സിനെ അറ്റാക്ക് ചെയ്തു, അവനെ അറസ്റ്റ് ചെയ്യുക. അത് കേട്ടിട്ട് ശിവ ക്ലാന് യാവ ക്ലാനായിട്ട് നല്ല ടൈംസിലാണ്, നീ ഇപ്പോൾ ചെയ്തത് കൂടുതലാണ്. അതിന് ശിവന് റെസ്പെക്റ്റ് ഇങ്ങോട്ട് കിട്ടിയാലേ തിരിച്ചുണ്ടാകുക, ഇൻസൾട്ടാണ്. അതുപോലെ തന്നെ വാങ്കുവിൻ്റെ അടുത്ത് മാസ്റ്ററിനോട് സോറി പറയാനായിട്ട് പറയണ. അത് കേട്ട് അയാൾ ഒന്ന് നിന്ന് മറ്റേ എൽഡർ ഒരുത്തൻ ശിവയെ വാങ്കുവി തെറ്റ് ചെയ്യുകയാണ്, പക്ഷെ നീ ഒരുപാട് പേരെ ഇഞ്ചോർഡ് ആക്കിയല്ലോ, അതിന് എന്താ യാവ ക്ലാൻ ഇതാണോ തിരിച്ചു പറയാനുള്ളത്? ഇയാളെ പറഞ്ഞില്ലേ തീരുന്നത് വരെ ഞാൻ അടിച്ചിരിക്കും. അത് കേട്ട് അവരും വരെ ദേഷ്യം വന്നിട്ട് ശിവനെ പിടിക്കാൻ വരുന്നു. അപ്പോൾ പ്യൂരിഫൈങ് ഡീമോണിക് ഫ്ലെയിമിൻ്റെ പവർ അതെടുത്ത് പുറത്ത് കാണിച്ചു കൊടുത്തു. അവന്മാരെല്ലാവരും പിന്മാറി ഡീമോണിക് ഇല്ലോട്ട് ഫ്ലെയിമോ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോഴാണ് ഒരു പവർഫുള്ളായ ഓറ അങ്ങോട്ട് ഒരാൾ വരുന്നു. അതാണ് അല്പം ഒത്തിരി വലിയ സ്ഥാനമുള്ള ഒരു എൽഡർ വാങ്ഹു എന്ന 6 സ്റ്റാർ ഡൗസിൻ്റെ. ശിവൻ ഇത് യാവ ക്ലാൻ ടെറിട്ടറിയാണ് അവരെല്ലാം. അപ്പോൾ തന്നെ അത് കേട്ടിട്ട് റെസ്പെക്ട് കൊടുക്കുകയാണ്. എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ഹു ഓവറാക്കി അറ്റാക്ക് ചെയ്യാനായിട്ട് നടക്കുന്നു. ഒരു വലിയൊരു അറ്റാക്ക് അളവിടുന്നു. പ്ലാന്റ് പോലെ ചേർന്നിട്ട് ഒരു ഹാൻഡി അത് വരുമ്പോൾ വാങ്ഹു നിർത്തുകയെന്ന് വാഹു നിർത്താനായിട്ട് പറഞ്ഞു. കേട്ടില്ല. ശിവന് ഫ്ലെയിം ഗാദർ ഫിംഗർ എന്ന സ്കില്ല് വെച്ച് തടഞ്ഞു. അവസാനം അതും ബ്രാക്കാക്കിയിട്ട് അയാളെ കഴുത്തിൽ പിടിച്ച് കൊണ്ടുപോയി ചാർത്തി. അതുകൊണ്ട് അവനോട് നിർത്താനായിട്ട് പറഞ്ഞ ഒരു സ്കില്ല് കൊടുത്ത് അപ്പോഴുണ്ട് നോർത്ത് നിന്ന് പറ്റിന് പുറത്തോട്ട് ആ വന്ന സ്കില്ലിന് തടയിക്കണം. 6 സ്റ്റാർ ഡൗസിൻ്റെ ആയ ഒരാളുടെ അറ്റാക്ക് തടഞ്ഞു. അതുകൊണ്ട് അവിടെ ഉള്ളവരെല്ലാവരും ഷോക്കായി പോയി. വാങ്കുവിനോട് ക്ഷമ പറയാനായിട്ട് പറയുകയാണ് ശിവൻ. അവനോട് ഇത് യാവോ ടെറിട്ടറിയാണ്, അതിന് ശിവൻ നമ്മൾ നോർമലായിട്ട് വന്നതാണ്, എന്നാൽ ഇവിടെ ഉള്ളവർ തന്നെ അപമാനിക്കാൻ നോക്കി. മാസ്റ്ററിനെ ഡിസിപ്ലിനെയും ഒക്കെ ഇങ്ങനെ കടിച്ചാൽ ഞാൻ നോക്കി നിൽക്കില്ല. അയാൾ ഇവൻ നമ്മുടെ മെമ്പറിനെ ഇഞ്ചോടാക്കി എന്ന് പറയുന്നുണ്ട്. മിണ്ടാതിരുന്നു, എൻ്റെ ലിമിറ്റ് നിനക്കറിയാം എന്ന് പറഞ്ഞിട്ട് ശിവനോട് നീ ഇവിടെ വന്നത് ഫൈറ്റ് ചെയ്യാനല്ല എന്ന കാര്യം നീ മറന്നു. എന്നാൽ അത് കേൾക്കാതെ ശിവൻ വാങ്കുവിനോട് ഒന്നുകൂടി പറയാം സോറി പറഞ്ഞു. അയാൾ പിന്നെ ശിവനോട് ഇത് നല്ലൊരു ദിവസമായിട്ട് നമ്മുടെ ഡിഗ്നിറ്റിയെ കൂടി നോക്കി അയാളെ വെറുതെ വിട്ടൂടെ എന്ന് പറഞ്ഞ് മാസ്റ്ററിനെ നോക്കി. മാസ്റ്റർ ശിവനോട് വന്നിട്ട് എൽഡർ വാഹു വന്നു നിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മതിയാക്കിക്കോ, അത്ര റെസ്പെക്റ്റ് ആയിട്ടല്ലേ പറയുന്നത് എന്ന് പറയുമ്പോൾ അയാളെ താഴെ ഇട്ടു. എന്നിട്ട് തിരിച്ച് റെസ്പെക്റ്റ് കൊടുക്കണം. നമ്മൾ സ്കൈമാൻസ് അലയൻസ് റെപ്രസെൻ്റ് ആയിട്ട് വന്നതാണ്. ഇത് യാവോച്ച അലയൻസ് ലീഡർ, വേറെ ഒരു ഐഡന്റിറ്റി ആവശ്യമില്ല. ഇവിടെ ഉള്ള ചിലർക്ക് ഹൈ സ്റ്റാറ്റസ് ആയവരെ മാത്രമാണ് മര്യാദ കൊടുക്കുന്നത്. സ്കൈമാൻസ് അലയൻസ് ഇപ്പോൾ ഉണ്ടായി വന്നെങ്കിലും അടിച്ചമർത്താൻ നോക്കണ്ട, ഉറപ്പായും അതിന് പകരം കിട്ടിയിരിക്കും. യാവ വാങ്കുയി കാണിച്ച തെറ്റ് അത് ക്ലാൻ ലീഡറിനോട് ഡയറക്റ്റിനെ പറഞ്ഞോളാം. പിന്നെ ഈ ഗസ്റ്റിനെ അപമാനിച്ച ഇവര് അടുത്ത 10 വർഷം യാവ മൗണ്ടിൽ നിന്ന് പുറത്താകും എന്ന് പറയണ. അത്രേ ഉള്ളൂ. എന്നിട്ട് അതുപോലെ എന്ന് പറയുമ്പോൾ ഈ ഫെയർ ജഡ്ജ്മെന്റ് അത് മതി അവരെ വെൽക്കം ചെയ്യുന്നു. കൂടെ വരാൻ പറയുമ്പോൾ ഇല്ല, ഇത് കുറച്ച് സ്ഥലം കൂടി കാണുന്നുണ്ട്, ശിവന് കൂടെ കാണുമെന്ന് പറയുകയാണ്. എങ്കിൽ ശരി, ശിവനോട് നീ പിൽസ് കോൺഫറൻസിൽ ഫസ്റ്റ് ആയതല്ലേ, ഇവിടെ ഫസ്റ്റ് ആവാൻ വേണ്ടി നീ ട്രൈ ചെയ്യ് എന്ന് പറയുകയാണ്. ശിവന് ഒന്നാമത് വരയിൽ നിന്ന് നോക്കുന്നില്ലേ, എൻ്റെ കഴിവ് ഞാൻ ഇവിടെ കാണിക്കുക. അപ്പോഴാണ് പറയുന്നത് നീ വിന്നറായ യാവ ക്ലൈനോട് ഒരു റിക്വസ്റ്റ് അത് പറയാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.